മോഡ്യൂൾ 3 ഫയലിൽ നിന്ന് റീഡ് ചെയ്യണമെന്ന് വെച്ചൊരു ടോപ്പിക് കൂടി പഠിപ്പിക്കാനുണ്ട്. അതൊരു 30 മിനിറ്റ്സ് വരെ മതിയായിരിക്കും. അതിന് ഇന്നിപ്പോൾ ഒരു മോഡ്യൂൾ 4 സ്ട്രിങ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഫയലിൻ്റെ ഒരു 20 മിനിറ്റ്സ് കൊണ്ട് എടുത്ത് കഴിഞ്ഞ് ബാക്കി ടൈം കൊണ്ട് സ്ട്രിങ് എന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സ്ട്രിങ് എന്നുള്ള ടോപ്പിക്ക് എന്തായാലും ഒരു 1 hour വേണ്ടി വരും. എന്നാൽ 1 hour മുഴുവൻ എടുത്തിട്ട് സ്ട്രിങ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആ 3rd മോഡ്യൂളിനും ബാക്കിയുള്ളതും കൂടി അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം. ഫോർത്ത് മോഡ്യൂളിൻ്റെ 1/3 പോർഷൻ സ്ട്രിങ് ബഫറായിട്ടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് സിമ്പിളായിട്ടുള്ള പോർഷനാണ്. ഇതിന് ചിലപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ചെറിയ പ്രോഗ്രാംസ് ചോദിക്കാറുണ്ട്. പ്രോഗ്രാം ചോദിക്കുന്നുണ്ടെങ്കിലും ലോജിക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ പ്രോഗ്രാംസ് ആയിരിക്കില്ല. പക്ഷെ സ്ട്രിങ്സിൻ്റെ കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഒരു സ്ട്രിങ്ങിന് ബിൽറ്റ് ആയിട്ട് ഒരു 15 കൂടുതൽ ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 6-7 ഫങ്ഷൻസ് ഉണ്ട്. 10 ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും. കാരണം അതറിയാമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പ്രോഗ്രാം എഴുതാൻ പറ്റിയ രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും ചോദിക്കണം. സ്ട്രിങ് ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് വേർഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് എന്നുള്ള ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രിങ് എന്നുള്ള ക്ലാസ്. ഇവിടെ സ്ട്രിങ് എന്നുള്ള ക്ലാസ്, സ്ട്രിങ് ബഫർ എന്നുള്ളൊരു ക്ലാസ് പഠിക്കാനുണ്ട് ഈ മോഡ്യൂളിൽ. സ്ട്രിങ്ങിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആ ഡിസഡ്വാൻറ്റേജസ് സ്ട്രിങ് ബഫറിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ് ബഫറെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് തന്നെ പറയാം. ഈ സ്ട്രിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കി തരാം. ഒരു പ്രോഗ്രാമിൽ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിലേക്ക് നമ്മളൊരു നമ്പറിന് വേരിയബിൾ ഉണ്ട് i = 2 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഡാറ്റ ടൈപ്പ് ഒക്കെ പഠിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൈറ്റിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറിയിൽ നിന്ന് ഒരു 1 ബൈറ്റിൻ്റെ ലൊക്കേഷൻ എടുക്കും. ഷോർട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറിയിൽ നിന്ന് 2 ബൈറ്റിൻ്റെ സ്പേസ് എടുക്കും. ഇൻറ്റിജർ അല്ലെങ്കിൽ ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മെമ്മറിയിൽ നിന്ന് 4 ബൈറ്റിൻ്റെ ലൊക്കേഷൻ എടുക്കും. അങ്ങനെ നമ്മൾ i എന്നുള്ള വേരിയബിൾ ഡിഫൈൻ ചെയ്ത് അതിലോട്ട് 2 എന്നുള്ളൊരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ i ഇൻറ്റിജർ ആണ്. അങ്ങനെ വരുമ്പോൾ മെമ്മറിയിൽ നിന്ന് 4 ബൈറ്റിന് ലൊക്കേഷൻ എടുക്കും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി അത് റാം പോലെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. റാമിലെ ഓരോ ലൊക്കേഷൻ ഇങ്ങനെ ഓരോ നമ്പർ വെച്ചിട്ടായിരിക്കും നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ 0 സ്റ്റാർട്ട് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോകും. ഞാനിപ്പോൾ 2001 തുടങ്ങി കാണിച്ചിട്ടുള്ളത്. ഐയുടെ വാല്യൂ 1 ആക്കാനുള്ള ഇൻസ്ട്രക്ഷനാണ് നമ്മൾ കൊടുത്തുള്ളത്. ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും മെമ്മറിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു ഫ്രീ ആയ ലൊക്കേഷൻസിൽ നിന്ന് 4 ബൈറ്റ്സ് സെലക്ട് ചെയ്തെടുക്കും. ആ ലൊക്കേഷനിൽ പോയിട്ട് 2 സേവ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ലൊക്കേഷൻസ് എടുത്തിട്ടുണ്ടാവും. അവിടെ 2 സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമ്മളിങ്ങനെ വിചാരിക്കാം, വേറൊരു വേരിയബിൾ ഇൻറ്റ് j എന്നുള്ള വേരിയബിൾ ഡിഫൈൻ ചെയ്ത് വിചാരിക്കാം. അതിൻ്റെ വാല്യൂ 4 ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലായിരിക്കും, കണ്ടിന്യൂസ് ആകാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കാം. അവിടെ ഇതേപോലെ തന്നെ 4 സ്റ്റോർ ചെയ്യും. അതും വരും. ജയുടെ വാല്യൂ 4 ആക്കി മാറ്റി അത് മെമ്മറി സ്റ്റോർ ആവും. ഇത് മെമ്മറിയിൽ ഒരു സിംഗിൾ അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2001 എന്നുള്ള അഡ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 1 ബൈറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. 2 എന്നുള്ള ഇൻറ്റിജർ ആണെങ്കിൽ 32 ബിറ്റ്സ് വെച്ചിട്ടാണ് മെമ്മറി സ്റ്റോർ ചെയ്യാറുള്ളത് ജാവയിൽ. അങ്ങനെ വരുമ്പോൾ 4 കണ്ടിന്യൂസ് ആയിട്ട് ലൊക്കേഷൻസ് യൂസ് ചെയ്തിട്ട് 2 സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്ത് പോകും. പക്ഷെ ഇപ്പോൾ സ്ട്രിങ് ആണെന്ന് വിചാരിക്കാം. സ്ട്രിങ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രിങ്
നെയ്യും ഈക്വൽ ടു അരുൺ പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും. സ്ട്രിങ് ഡിഫൈൻ ചെയ്യണ പല രീതിയിലൊക്കെ ഡിഫൈൻ ചെയ്യും. സ്ട്രിങ് നെയ്യും ഈക്വൽ ടു ന്യൂ സ്ട്രിങ് പല രീതിയിലൊക്കെ ഡിഫൈൻ ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള അർത്ഥം നോക്കുക. സ്ട്രിങ്ങിൻ്റെ വേരിയബിൾ ഡിഫൈൻ ചെയ്യും, അതിലോട്ട് നമ്മൾ വേർഡ് അസൈൻ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ മെമ്മറിയിൽ നിന്ന് സ്ട്രിങ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എടുത്തിട്ട് അരുൺ എന്നുള്ള പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് എടുക്കും. str എന്നുള്ള വേരിയബിളിലോട്ട് നമ്മൾ അരുൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ മെമ്മറിൻ്റെ എവിടെ നിന്നെങ്കിലും കുറച്ച് സ്പേസ് എടുത്തിട്ട് അവിടെ അരുൺ സ്റ്റോർ ചെയ്യും. ഇതിൽ ഒരു സിംഗിൾ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ബൈറ്റ് വെച്ചിട്ടായിരിക്കും സ്പേസ് വരുന്നത്. അപ്പോൾ ഈ 4 ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട്, ഈ അരുണിൽ 4 ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള 8 ലൊക്കേഷൻസ് എടുത്തിട്ട് അവിടെ ആയിരിക്കും ഈ അരുൺ സ്റ്റോർ ചെയ്യാൻ പോണത്. അരുൺ സ്റ്റോർ ചെയ്ത് വെക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള അരുൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് മെമ്മറി നിർത്തിട്ട് അവിടെ അരുണിൻ്റെ ഉള്ള വീട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പ്രോഗ്രാമിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ചിട്ട് കഴിഞ്ഞ എക്സാമ്പിൾ ചെയ്യാം. ഇപ്പം ഐയുടെ കഴിഞ്ഞ എക്സാമ്പിളിൽ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന എക്സാമ്പിൾ ഇൻറ്റ് ഐയുടെ വാല്യൂ 2 ആയിരുന്നു, ഇൻറ്റ് ജെയുടെ വാല്യൂ 4 ആയിരുന്നു. നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഐയുടെ വാല്യൂ 6 ആക്കി വിചാരിക്കും. ഐയുടെ വാല്യൂ 6 ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ മെമ്മറിയിൽ നിന്ന് ഐക്ക് വേണ്ടി സ്പേസ് എടുത്തിട്ടുണ്ട്. ആ സ്പേസിൽ ഓൾറെഡി 2 ആണുള്ളത്. ആ 2 മാറി 6 ആവും. ഓൾറെഡി ഡിഫൈൻ ചെയ്തൊരു വേരിയബിളിലോട്ട് ഉള്ള വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്മറി സ്പേസിൽ കണ്ടന്റ് മാറുള്ളൂ. കാരണം ഐക്ക് വേണ്ടി 2002 എന്നുള്ള ലൊക്കേഷനിൽ കുറച്ച് സ്പേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഓൾറെഡി 2 ആയിരുന്നു. പക്ഷെ ഐയുടെ വാല്യൂ 6 ആക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിൽ 6 ആയിട്ട് മാറും. റാമിൽ ആ കറസ്പോണ്ടിങ് ലൊക്കേഷൻ 6 ആയിട്ട് മാറിണ്ടാവും. പക്ഷെ നമ്മൾ ഈ സ്ട്രിങ്ങിന്റെ കേസിൽ നെയിം മാറ്റി ബാബുന്ന് കൊടുക്കുന്നു വിചാരിക്കാം. ആദ്യം അരുണായിരുന്നു, പിന്നെ അത് ബാബുന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്നിട്ട് ഈ സ്ട്രിങ്ങിൽ നെയിം എന്നുള്ള ശരിക്കും ഒരു ഓബ്ജക്റ്റ് ആണ്. സ്ട്രിങ് എന്നുള്ള ക്ലാസ് ആയതുകൊണ്ട് ആ ക്ലാസിന്റെ ഒരു ഓബ്ജക്റ്റ് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നെയിം എന്നുള്ള ലേബിൾ വെച്ചിട്ട് ഒരു ഓബ്ജക്റ്റ് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ഉണ്ടാവും. സ്ട്രിങ്ങിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സ്ട്രിങ്ങിന്റെ ഓബ്ജക്റ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ട്രിങ്ങിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള ഒരു നെയിം. ശരിക്കും അരുൺ എന്നുള്ള ഒരു സ്ട്രിങ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അരുൺ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രിങ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് കൊടുത്തിരുന്ന മെസ്സേജൊക്കെ വേട നെയിമാണ്, വേരിയബിൾ നെയിമാണ് നെയിം എന്നുള്ളത്. പക്ഷെ ആ നെയിം പോയിന്റ് ചെയ്യണം അടുത്ത അരുൺ എന്നുള്ള കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നെയിം ഈക്വൽ ടു ബാബു എന്ന് കൊടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും നെയിമിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുള്ള വിചാരിക്കും. പക്ഷെ നെയിമിന്റെ വാല്യൂ ശരിക്കും ചേഞ്ച് ചെയ്തിട്ടില്ല. അവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ പുതിയൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അത് ചിലപ്പോൾ വേറെ ലൊക്കേഷനിലായിരിക്കാം. കുറച്ച് സ്പേസ് എടുത്തിട്ട് ആ സ്പേസിൽ
ബാബു സ്റ്റോർ ചെയ്യും. എന്നിട്ട് STRന്റെ ആദ്യം പോയിന്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ 2001 എന്നുള്ള ലൊക്കേഷനിലോട്ടായിരുന്നു. പിന്നീട് STR പോയിന്റ് ചെയ്യണത് ഈ ബാബു എന്നുള്ള ലൊക്കേഷനിലോട്ടാവും. ഈ പഴയൊരു മെമ്മറി എടുത്തിട്ടുള്ളത് ശരിക്കും ഗസ്റ്റായി പോയി. അത് കുറച്ച് അരുൺ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അരുൺ കണ്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലോട്ടായിരുന്നു STR പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ല നെയിം പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മളിവിടെ ആ നെയിമിലോട്ട് ബാബു എന്നുള്ള ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാബു എന്നുള്ള അതാണ് ഇൻഡിജർ വേരിയബിൾ ആയിരുന്നെങ്കിൽ സെയിം ലൊക്കേഷനിലോട്ട് കണ്ടന്റ് വരുള്ളായിരുന്നു. സ്ട്രിങ്ങിന്റെ കേസിൽ പുതിയൊരു വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ ഈ ഡബിൾ കോട്ട്സിൽ ബാബു എന്ന് കൊടുക്കുമ്പോൾ തന്നെ മെമ്മറിയിൽ കുറച്ച് സ്പേസ് എടുത്ത് ബാബു സ്റ്റോറി ഉണ്ടാവും. ആ സ്പേസിന്റെ ശരിക്കും നെയിമിലോട്ട് ബാബു വന്നിട്ടില്ല. ശരിക്കും ബാബു ഇവിടെ ഉള്ളത് ആ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നെയിമിലോട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. ആ പഴയ അരുൺ അവിടെ കിടക്കുന്നുണ്ടാവും, പക്ഷെ അത് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ നെയിം വെച്ച് പിന്നെ യൂസ് ചെയ്യുമ്പോൾ ബാബു എന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ സിസ്റ്റത്തിലോട്ട് ഔട്ട്പുട്ട് പ്രിന്റെല്ലാം വെച്ചിട്ട് നെയിം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബു എന്നുള്ള സ്ക്രീൻ വന്നോളൂ. എക്സാമ്പിൾ നോക്കുക. STR ആയിട്ട് റൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ അരുൺ ബാബു എന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ റൺ ചെയ്തപ്പോൾ STR എന്നുള്ള സ്ട്രിങ് ഡിഫൈൻ ചെയ്ത് അരുൺ അസൈൻ ചെയ്ത് STR പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞു. അരുൺ എന്നുള്ള സ്ക്രീനിൽ വന്നു. പിന്നെ STR എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ ബാബു ആക്കി ചേഞ്ച് ചെയ്ത് അത് പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞപ്പോൾ ബാബു വന്നു. അപ്പൊ ഇതിങ്ങനെ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് തോന്നും STR എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുമെന്ന് തോന്നും. ശരിക്കും ബാക്ക്ഗ്രൗണ്ട് നടന്നിട്ടുള്ളത് ശരിക്കും സ്ട്രിങ് ടൈപ്പിലെ വേരിയബിൾ ആണെങ്കിൽ ഓരോ പുതിയ അസൈൻമെന്റ് വരുമ്പോഴും പുതിയ പുതിയ മെമ്മറി ലൊക്കേഷൻസ് എടുക്കും. അപ്പോൾ ഒരു പുതിയ അസൈൻമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ പഴയ വേരിയബിൾ പോയി എന്നുള്ളതാണ്. അതിന് വരെ പുതിയ വേരിയബിൾ വന്നത്, അതായത് മെമ്മറിങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആരും സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്ത സ്പേസ് വേറെ അടുത്ത് ഓൾറെഡി കിടക്കുന്നുണ്ടെങ്കിൽ ആരും ആ മെമ്മറിയിലുണ്ട്, അരുണിന്റെ ഇത് പോയിട്ടില്ല. പക്ഷെ നമ്മൾ പുതിയ ഒരു ബാബു എന്ന് പറഞ്ഞിട്ട് STRലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അരുൺ സ്റ്റോർ ചെയ്തിട്ടുള്ള ബേസിലായിരിക്കില്ല ബാബു സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ബാബു എന്നുള്ളത് മെമ്മറിയിൽ വേറൊരു സ്പേസിലായിരിക്കും ബാബു ഉണ്ടാവുക. ആ മെമ്മറി സ്പേസിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ് STRൽ വരും. അപ്പോൾ ഒരു സ്ട്രിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജാണ് ഓരോ അസൈൻമെന്റ് നടക്കുമ്പോഴും പുതിയ പുതിയ ലൊക്കേഷനിലായിരിക്കും വാല്യൂ സ്റ്റോർ ആവുക. അപ്പം മെമ്മറി കുറച്ച് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജാവയുടെ ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറി ഫ്രീ ആക്കുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് വന്നിട്ട് ഈ ആരോടൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് മെമ്മറി ഫ്രീ ആക്കിക്കോളും. എങ്കിലും സിസ്റ്റം കുറച്ച് സ്ലോ ആണ്. ഓരോ അസൈൻമെന്റിനും
പുതിയ ഫ്രീ ലൊക്കേഷൻസ് കണ്ടുപിടിച്ചിട്ട് ആ ലൊക്കേഷനിൽ കൊണ്ട് ബാബു സ്റ്റോർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ അതിൽ സ്റ്റോർ ചെയ്യുമ്പോൾ പുതിയ ഫ്രീ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുന്നത് അവിടെ കൊണ്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കുറച്ച് ടൈം എടുത്തിട്ട് കുറച്ച് സ്ലോ ആവും. ഓൾറെഡി ഉള്ള ഫ്രീ ഈ യൂസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ തന്നെ ആരും സ്റ്റോർ ചെയ്തിരിക്കുന്ന എവിടെ നിന്നുള്ളത് നമുക്ക് STRലുണ്ട്. ആ ലൊക്കേഷൻ തന്നെ ബാബു സ്റ്റോർ ചെയ്തിരുന്ന വെച്ചെങ്കിൽ പുതിയ ലൊക്കേഷൻ കണ്ടുപിടിക്കണ ടൈം സേവ് ചെയ്യായിരുന്നു. പക്ഷെ ബാബു വേറെ ലൊക്കേഷൻ കൊണ്ട് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ് കൊണ്ടുവന്ന് STRൽ ഇടുമ്പോൾ കുറച്ച് സ്ലോ ആവുന്നുണ്ട്. കുറച്ച് വേസ്റ്റ് ആവുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ലോ ആവുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ സ്ട്രിങ് str1 ഇങ്ങനെ ഒരു പ്രോഗ്രാം ആയിരുന്നു. STR എന്നുള്ള വേരിയബിളിൽ അരുൺ ഉണ്ട്, STR1 എന്നുള്ള വേരിയബിൾ ബാബു ഉണ്ട്. എന്നിട്ട് ഈ STRലോട്ട് STR1 കോപ്പി ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുമ്പോ STRല് അതായത് 2001 എന്നുള്ള 11 എന്നുള്ള ലൊക്കേഷനിൽ അരുൺ ഉണ്ട്. STR1 എന്നുള്ള അത് 2019 എന്നുള്ള ലൊക്കേഷനിൽ ബാബു സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്നത് STR ഈക്വൽ ടു STR1 അങ്ങനെ കൊടുത്തേക്കുന്നത്. സാധാരണ ടൈപ്പ് സ്ട്രിങ് അല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പിലെ വേരിയബിൾ ആയിരുന്നു വെച്ചെങ്കിൽ ഈ ബാബു എന്നുള്ളത് അരുണിന്റെ പ്ലേസിൽ വരുമായിരുന്നു. പുതിയ സ്പേസ് എടുക്കൂല. പക്ഷെ ഇത് സ്ട്രിങ് ആയതുകൊണ്ട് സ്ട്രിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. സ്ട്രിങ്ങിന്റെ വാല്യൂ യാതൊരു ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ STRലോട്ട് STR1 കൊടുക്കുമ്പോൾ ഈ പഴയ STR ഇങ്ങനെ ചേഞ്ച് ആയിട്ടില്ല. അതിന് പകരം ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ പുതിയ അസൈൻമെന്റ് അടങ്ങുകയാണ്. പുതിയ അസൈൻമെന്റ് അടങ്ങുമ്പോൾ ജാവ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. STRന്റെ വേറൊരു സ്പേസ് എടുക്കും. ഓരോ അസൈൻമെന്റിലും സ്ട്രിങ് പുതിയ പുതിയ ലൊക്കേഷൻസ് എടുക്കും. പുതിയ പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. STR1ന്റെ വാല്യൂ STRലോട്ട് കോപ്പി ചെയ്ത് STRന്റെ വാല്യൂ ബാബുവായിട്ട് മാറി. എന്നിട്ട് ഈ പുതിയ ഒബ്ജക്റ്റിലോട്ടായിരിക്കും ഇനി ഈ പുതിയ STR പോയിന്റ് ചെയ്യണത്. STR നേരത്തെ അരുണിലോട്ടാണ് പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരം STR ഈ ബാബുവിലോട്ട് പോയിന്റ് ചെയ്യും. പുതിയ പുതിയ സ്പേസ് എടുത്തിട്ട് മെമ്മറി വേസ്റ്റ് ആവുന്നു. പുതിയ മെമ്മറി കണ്ടുപിടിക്കാനുള്ള ടൈം വേസ്റ്റ് ആകുന്നു. അങ്ങനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് സ്ട്രിങ്ങിനുണ്ട്. ഈ ഡിസഡ്വാൻറ്റേജസ് മാറ്റാൻ വേണ്ടി ഉള്ളതാണ് സ്ട്രിങ് ബഫർ എന്നുള്ളത്. സ്ട്രിങ് ബഫറിന് ഈ ഡിസഡ്വാൻറ്റേജ് ഇല്ല. പഴയ മെമ്മറി തന്നെ ഷെയർ ചെയ്തോളും സ്ട്രിങ് ബഫർ എന്ന് പറയുമ്പോൾ. അപ്പം മെമ്മറി ചെയ്യുമ്പോൾ സ്പീഡും കൂടും സ്ട്രിങ് ബഫറിന്. പിന്നീട് പറഞ്ഞുതരാം. കുറച്ച് ബിൽറ്റ് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. സ്ട്രിങ്ങിന്റെ ഏത് പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ സ്ട്രിങ്ങിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ട മിക്കവാറും വരും. അപ്പൊ അതിന് എത്ര ലെറ്റേഴ്സ് എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള കോഡ് ബിൽറ്റ് ഫങ്ഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഏത് സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്
ആ വേരിയബിൾ എടുക്കുക. ആ സ്ട്രിങ്ങിന്റെ ഒബ്ജക്റ്റിന്റെ വേരിയബിൾ എടുത്തിട്ട് ഡോട്ട് ലെങ്ത് കൊടുക്കുക. അപ്പൊ അതിലെത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് എന്നിൽ കിട്ടും. അത് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ടെങ്കിൽ 4 എന്നുള്ളത് സ്ക്രീനിൽ വരും. സ്ക്രീനിൽ വന്നു. എത്ര ക്യാരക്ടേഴ്സ് ഒരു വേർഡിൽ ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ പാലിട്ടർ പോലത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ലെങ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഈ കറക്റ്റായിട്ട് ആ ഫംഗ്ഷനെ ഓർത്തിരിക്കുക. ലെങ്ത് ഉള്ള ഫംഗ്ഷൻ. പിന്നെ ചിലപ്പോൾ സാറിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആ ഒരു വേർഡിൽ കുറേ ലെറ്റേഴ്സ് ഉണ്ടാവും. ആ ലെറ്റേഴ്സ് എടുത്ത് കമ്പയർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. എന്നുള്ള വേർഡില്ല, അല്ലെങ്കിൽ ആ സ്ട്രിങ്ങില്ല സെക്കൻഡ് ക്യാരക്ടർ അല്ലെങ്കിൽ തേർഡ് ലെറ്റർ എങ്ങനെ എടുക്കാന്നുള്ളത് അത് അറിയേണ്ട കാര്യമുണ്ട്. അതിനുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ക്യാരറ്റ് എന്ന് കൊടുക്കും. നമുക്കാണെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും പ്രിന്റ് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഒരു n ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു വിചാരിക്കാം. ഫോർ ഇൻറ്റ് i = 0 സെമിക്കോളൻ i ലെസ് ദാൻ n സെമിക്കോളൻ. ആണ് 0 സ്റ്റാർട്ട് ചെയ്യണത്. യുടെ വാല്യൂ 0 തുടങ്ങി n വരെ വേരി ചെയ്യിക്കുക. str.char കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഏത് ക്യാരക്ടറാണ് എത്രാമത്തെ ക്യാരക്ടറാണ് വേണ്ടത് അതിൻ്റെ പൊസിഷൻ കൊടുക്കുക. ith ക്യാരക്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ str.character i കൊടുത്തിട്ടുണ്ടെങ്കിൽ ith ക്യാരക്ടർ കിട്ടും. അപ്പോൾ ആണെങ്കിൽ ക്യാരക്ടർ വേരിയബിളിലോട്ട് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. എന്നിട്ട് അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത് എന്തായി കണ്ടുതരാം. ഔട്ട്പുട്ട് വന്നിട്ട് ഇങ്ങനെയാണ്. ലെങ്ത് 10 എന്നും പറഞ്ഞു വന്നു. അതായത് ഇടയ്ക്ക് സ്പേസ് ഉണ്ട്, അതും കൗണ്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്, എ കഴിഞ്ഞും ബി കഴിഞ്ഞൊരു സ്പേസ് ഒക്കെ ഉണ്ട്, അതും കൂടി കൗണ്ട് ചെയ്തിട്ടുണ്ടാവും വന്നിട്ടുള്ളത്. അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും പ്രിന്റ് ചെയ്യിക്കാൻ പറഞ്ഞ്. ഇപ്പൊ char 0 എന്ന് പറയുമ്പോൾ എ പ്രിന്റ് ചെയ്യും. ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് caret 1 വരും. caret 1 എന്ന് പറയുമ്പോഴേക്കും 6 പ്രിന്റ് ചെയ്യിക്കും. 6 ഇട്ട് പ്രിന്റ് ചെയ്യും. caret 2 എന്ന് പറയുമ്പോഴേക്കും u ആണ് കിട്ടുന്നത്. u പ്രിന്റ് ചെയ്യിക്കും. ഇത് ഓരോ ക്യാരക്ടർ കിട്ടാനായിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഈ ഫംഗ്ഷനൊക്കെ എഴുതുമ്പോൾ ചില ഫംഗ്ഷന്റെ കൂടെ ചില ലെറ്റർ ക്യാപിറ്റൽ ഒന്നുണ്ടാവും, ചിലത് സ്മോൾ ലെറ്റർ ഒന്നുണ്ടാവും. ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഒരു പോയിന്റ് അറിയാമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഏതൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, ഏതൊക്കെയാണ് സ്മോൾ ലെറ്റർ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒരു പോയിന്റ് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുന്നു വിചാരിക്കാം. ക്യാരറ്റ് എന്നുള്ളത് ഈ സൈഡിൽ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ജാവയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഫംഗ്ഷൻ നെയിം ആണെന്നുണ്ടെങ്കിൽ
അതിങ്ങനെ കാറ്, ഇതൊരു ഫംഗ്ഷൻ നെയിമാണ്. ഒന്ന് നോക്കണമെങ്കിൽ ആ ഫംഗ്ഷൻ നെയിമിൽ എത്ര വേർഡ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം. കാരണം പറഞ്ഞു വരുമ്പോൾ ഒരു വേർഡൊക്കെ എന്നുള്ള പിടുത്തം കിട്ടും. ഇത് കാറെന്നുള്ളതുണ്ട്, ക്യാരക്ടർ, പിന്നെ പൊസിഷൻ ഏതാണെന്ന് കാണിക്കാൻ വേണ്ടി അറ്റ് എന്നുള്ളൊരു വേർഡും കൂടി ഉണ്ട്. പക്ഷേ 2 വേർഡുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ നെയിമിൽ മോർ ദാൻ 1 വേർഡ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വേർഡിൻ്റെ ഈ സ്റ്റാർട്ടിങ് സ്മോൾ ആയിരിക്കും. സെക്കൻഡും തേർഡും ഫോർത്തും വേർഡിൻ്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ റീഡ് ലൈൻ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീഡ് എന്നുള്ളൊരു വേർഡാണ് നമുക്കറിയാം, ലൈൻ എന്നുള്ള വേറൊരു വേർഡാണ്. പിന്നെ അവിടെ ഫോർമാറ്റ് അനുസരിച്ച് ഫംഗ്ഷൻ്റെ ഫസ്റ്റ് വേർഡ് റീഡ്, അതിൻ്റെ R സ്മോൾ ആയിരിക്കും. സെക്കൻഡ് വേർഡ് ലൈൻ, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ L, അത് ക്യാപിറ്റലായിരിക്കും. വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. റീഡ് ഡാറ്റ ഫ്രം ഫയൽ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. മനസ്സിലാൻ വേണ്ടി ഇതെങ്ങനെ എഴുതണേ നിങ്ങളോട്. ഇപ്പോൾ റീഡ് ഡാറ്റ ഫ്രം ഫയൽ എന്നുള്ളൊരു ബിൽറ്റ് ഫംഗ്ഷൻ ജാവയിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഏതൊക്കെ വേർഡ്സ് ഉണ്ടെന്ന് നോക്കാം. റീഡ് ഡാറ്റ ഫ്രം ഫയൽ 4 വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കും. സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. തേർഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. ഫോർത്ത് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. ഫംഗ്ഷൻ നെയിം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേർഡിന് മാത്രം സ്മോളായി പോകും. ബാക്കിയുള്ള എല്ലാ വേർഡ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റലായിട്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ജനറൽ റൂള് പുറത്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ഇതിപ്പോൾ ഫംഗ്ഷൻ്റെ കേസാണ്. അതേപോലെ ഇനി രാവിലെ കുറെ ബിൽറ്റിംഗ് ക്ലാസ്സസ് നിങ്ങളുടെ പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബിൽറ്റിംഗ് ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ ഈ ബഫേർഡ് റീഡർ എന്നുള്ളൊരു ബിൽറ്റിംഗ് ക്ലാസ് ഇപ്പം ഞങ്ങൾ അതിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ബഫേർഡ് റീഡർ എന്നുള്ള ബിൽറ്റിംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷന്റെ റൂള് തന്നെയാണ് ക്ലാസ്സിലും വന്നത്. ചെറിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ ക്ലാസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കണം. ഫസ്റ്റിന്റെ ക്യാപിറ്റലായിരിക്കണം, സെക്കൻഡിന്റെ തേർഡിന്റെ ഫോർത്തിന്റെ എല്ലാം ക്യാപിറ്റലായിരിക്കണം. വേറെ ക്ലാസ് ഇങ്ങനെ ഇൻപുട്ട് സ്ട്രീം റീഡർ എന്നുള്ള ഒരു ബിൽറ്റിംഗ് ക്ലാസ് ഉണ്ട്. ഇങ്ങനത്തെ ക്ലാസ് എഴുതുമ്പോൾ കാരണം ബ്രാക്കറ്റ് ഇല്ലാത്തതാണെന്ന് നമുക്കറിയാം, അത് ഫംഗ്ഷനിലുള്ള ക്ലാസ് ആണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അതിന് ഉണ്ടെങ്കിൽ ഇത് എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കും. ഇൻപുട്ട് എന്നുള്ള വേർഡ് ഉണ്ട്, സ്ട്രീം എന്നുള്ള വേർഡ് ഉണ്ട്, റീഡർ എന്നുള്ള വേർഡ് ഉണ്ട്. ഇൻപുട്ടിന്റെ I ക്യാപിറ്റല്, സ്ട്രീമിന്റെ S ക്യാപിറ്റല്, റീഡറിന്റെ R ക്യാപിറ്റല്. അതുപോലെ സ്ട്രിംഗ് എന്നുള്ള ഒരു ക്ലാസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ബിൽഡിംഗ് ക്ലാസ് ആണ്, പക്ഷെ ഇത് വൺ വേർഡ് ക്ലാസ് നെയിമാണ്. അങ്ങനെ വൺ വേർഡ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. അത് ഓർത്തിരിക്കുക, ഇത് ചെറിയൊരു പോയിന്റ് ആണ്. സമയം ഒരിക്കലും പക്ഷെ നിങ്ങൾക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ആവശ്യം വരും. ക്ലാസ്സിൽ ആണ് ഒരു ബിൽറ്റിംഗ് ക്ലാസ്സിൽ ബിൽറ്റിംഗ് ഫംഗ്ഷനും മോർ ദാൻ 1 വേർഡ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മോർ ദാൻ 1 വേർഡ്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ എല്ലാ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കിയിട്ടുള്ളതായിരിക്കും ഡിഫോൾട്ട് കറക്റ്റ് നെയിം. ഫംഗ്ഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 1 വേർഡ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോളും ബാക്കിയുള്ള എല്ലാ വേർഡ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിരിക്കും. ഓർത്തിരിക്കുക.
പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഈ വേർഡിൽ STR എത്ര ഒരു ലെറ്ററിന്റെ കൗണ്ട് എടുക്കണമെന്ന് വിചാരിക്കുക. ഈ എന്നുള്ള ലെറ്റർ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുള്ള കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈഫ് വേണ്ടി വരും. ഈഫ് എടുക്കുക. STR ക്യാരറ്റ് ആയി ith പൊസിഷനിലെ ക്യാരറ്റ് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചെടുത്തോളും. അതും നമ്മൾക്ക് നോക്കണ്ട. A ആയിട്ടാണെങ്കിൽ A ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ആണെങ്കിൽ ഒരു കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യാൻ പറയാം. ലെറ്റർ എടുക്കും. A ആണെന്ന് നോക്കുക. A ആണെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യും. അടുത്ത ലെറ്റർ എടുക്കും. നോക്കിയിട്ടുണ്ടെങ്കിൽ വരും. അത് ലൂപ്പിനുള്ളിൽ കൊടുത്തിട്ടാണ് പുറത്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കാരണം ലൂപ്പ് എക്സിസ്റ്റ് ആകുമ്പോഴാണ് കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. വരും. അങ്ങനെ എന്നുള്ളത് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്തെടുത്തേക്കുക. ലെറ്റർ കമ്പയർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്ട്രിങ്സ് മെർജ് ചെയ്യാം. മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ STR ഒരു അരുൺ എന്നുള്ളത് വേർഡ് STR1 അജിത്ത് എന്നുള്ള വേർഡ് മെർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഏറ്റവും സിമ്പിളായിട്ട് STR = STR പ്ലസ് വെച്ചിട്ട് മെർജ് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് മെർജ് ചെയ്യാനായിട്ടുള്ള പക്ഷെ ആ ബെൽറ്റിംഗ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ആവശ്യമൊക്കെ വരും. സംയോജിക്കും. മെർജ് ചെയ്യണമെന്നുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കോൺകാറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. STR ഡോട്ട് കോൺകാറ്റ് STR1 STR അസൈൻ ചെയ്യണം. അതും കൂടി മെർജ് ചെയ്ത് വന്നു. STR അരുണുണ്ട്. ആ അരുണും STR1 അജിത്തും കൂടി കമ്പൈൻ ചെയ്ത് റിട്ടേൺ ചെയ്യും. അപ്പോൾ അരുൺ അജിത്ത് എന്നുള്ള രീതിയിൽ റിട്ടേൺ ചെയ്യണം. അതൊരു STR അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേരിയബിളോട്ടോ കൊടുത്തിട്ടുണ്ടാവണം. STR എന്നുള്ള വേരിയബിൾ ഉണ്ടെങ്കിൽ ഇവിടെ STR ഒന്ന് കൊടുത്താലും മതി. കോൺകാറ്റ് എന്നുള്ള ഫംഗ്ഷനും പഠിച്ചിരിക്കുക. മെർജ് ചെയ്യേണ്ട ഫസ്റ്റ് സ്ട്രിങ്ങിന്റെ വേരിയബിൾ ഡോട്ട് കോൺകാറ്റ്, സെക്കൻഡ് വേരിയബിൾ
ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. രണ്ടും കൂടി മെർജ് ചെയ്ത് റിട്ടേൺ ആയിട്ടുണ്ടാവും. റിസൾട്ട് ഏത് വേരിയബിൾ വേണോ ആ വേരിയബിൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. ബിറ്റിംഗ് ഫംഗ്ഷൻ ഇഷ്ടംപോലെ ബിറ്റിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് മാത്രം പറഞ്ഞുതരാം. ക്യാരറ്റ് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇഫ് str കാരണം അജിത്തും കൂടി നമുക്ക് സോർട്ട് ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി കമ്പയർ ടു എന്നുള്ളതാണ്. ഫസ്റ്റ് വേരിയബിൾ കമ്പയർ ടു എന്നുള്ള വേറെ വേർഡ് ആയതുകൊണ്ട് ടി ക്യാപിറ്റൽ ടു str1 str-ഉം str1-ഉം കൂടി കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണത്. ഈ str1 ആൽഫബറ്റിക് ഓർഡറിലാണെങ്കിൽ റിട്ടേൺ ചെയ്യണത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി നോക്കുക. ആണെങ്കിൽ ഔട്ട്പുട്ടിൽ ആൽഫബറ്റിക് ഓർഡറിൽ നിന്നാണ് വന്നത്. കാരണം വെച്ചാൽ അരുണും പിന്നെ അജിത്തും കൂടി കമ്പയർ ചെയ്ത് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ str1 ഫസ്റ്റ് വേർഡായിട്ട് നോക്കുള്ളൂ. അപ്പൊ ഈ അജിത്ത് എന്നുള്ളത് ഇങ്ങനെ നോക്കും. ഇപ്പൊ ഈ അജിത്ത് അരുൺ ഇങ്ങനെ കമ്പയർ ചെയ്യുള്ളൂ. ബ്രാക്കറ്റിലുള്ളത് ഫസ്റ്റ് വേർഡായിട്ട് എടുക്കും, പുറത്തുള്ള രണ്ടാമത്തെ വേർഡായിട്ട് എടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടിയാണ് കമ്പയർ ചെയ്യണത്. ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. ഈ കമ്പാരിസൺ ഓപ്പറേഷൻ നടക്കുമ്പോൾ
അങ്ങനെയല്ല, അരുൺ അജിത്തും കൂടി തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. അരുണും ഇങ്ങനെ അരുണ് ഇതിലേക്ക് ഓർഡറിൽ തന്നെ കമ്പയർ ചെയ്യുള്ളൂ. എസ് ടി ആർ വണ്ണും കൂടി കമ്പയർ ചെയ്യണത്. അപ്പൊ ശരിക്കും അരുണും അജിത്തും കൂടിയാണ് കമ്പയർ ചെയ്യണത്. അത് ശരിക്കും ആൽഫബറ്റിക് ഓർഡറിൽ അല്ല ശരിക്കും. മെസ്സേജ് സ്ക്രീൻ മാറിപ്പോയതാണ്. ആൽഫബറ്റിക് ഓർഡറിൽ നിന്നൊരു ഇങ്ങനെ കൊണ്ടിരിക്കണത് കൺഫ്യൂഷൻ വന്ന് ടൈപ്പ് ചെയ്ത പിന്നെ ആൽഫബറ്റിക് ടൈപ്പ് മാറിപ്പോയതാണ്. ഇങ്ങനെ പ്രോഗ്രാം വന്നത്, അതായത് ഫസ്റ്റ് വേരിയബിളും സെക്കൻഡ് വേരിയബിളും കമ്പയർ ചെയ്യും. ഫസ്റ്റ് വേർഡ് സെക്കൻഡ് വേർഡ് കൂടി കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്യും ഫസ്റ്റ് വേർഡ് സെക്കൻഡ് വേർഡിനേക്കാളും മുമ്പ് വരുന്ന ആൽഫബറ്റിക് ഓർഡറിൽ നോക്കുമ്പോൾ അതിന് മുമ്പ് വരുന്നതാണെന്ന് വിചാരിക്കും. ശരിക്കും ഓർഡറിൽ തന്നെ എസ് ടി ആണ് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യണ 0 ആയിരിക്കും. കാരണം അരുണും അജിത്തും കൂടി നോക്കുക. ശരിക്കും അജിത്തായിരുന്നു ആദ്യം വരേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും ആൽഫബറ്റിക് ഓർഡറിലല്ല. അപ്പൊ ഇത് 0 റിട്ടേൺ ചെയ്യില്ല. കാരണം എസ് ടി ആർ വണ്ണും ആൽഫബറ്റിക് ഓർഡറിൽ അല്ലാത്തത് കൊണ്ട് ഇത് നെഗറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യില്ല. എസ് ടി ആർ വണ്ണും സെയിം ആണെങ്കിൽ, രണ്ട് വേർഡ് സെയിം ആണെങ്കിൽ മാത്രമേ ഇത് 0 റിട്ടേൺ ചെയ്യുള്ളൂ. ഇതും കറക്റ്റായില്ല. പിന്നെ തേർഡ് കമ്പാരിസൺ നോക്കുക. എസ് ടി ആർ വണ്ണും ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യാൻ പോണത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഈ അരുണ അജിത്തും ആൽഫബറ്റിക് ഓർഡറിലല്ല. അപ്പം ഇതെന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും റിട്ടേൺ ചെയ്തിരിക്കുന്നത്, കമ്പയർ ടു എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നോട്ട് ആൽഫബറ്റിക് ഓർഡർ എന്നും പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. അതിങ്ങനെ ഈ ഫംഗ്ഷൻ മാത്രം നോക്കി, ഇതെല്ലാം കൂടി പ്രോഗ്രാം പോലെ എഴുതാനുണ്ടായിരുന്ന ഫംഗ്ഷൻ ആയത്. അതിങ്ങനെ ഫംഗ്ഷൻ എഴുതിയെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഒരു വേർഡ് എസ് ടി ആർ എന്നുള്ള വേർഡും എസ് ടി ആർ വൺ എന്നുള്ള വേർഡും കൂടി രണ്ട് വേരിയബിൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഈ രണ്ട് വേർഡും ആൽഫബറ്റിക് ഓർഡറിലായിരുന്നു വെച്ചെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യണത് നെഗറ്റീവ് ആയിരിക്കും. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത് പോസിറ്റീവ് നമ്പർ ആണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളും ആൽഫബറ്റിക് ഓർഡറിൽ അല്ലെങ്കിൽ രണ്ട് സെയിം ആണെങ്കിൽ ഇതുപോലെ 0 റിട്ടേൺ ചെയ്യും. പക്ഷെ നാളെപ്പോൾ പഠിച്ചിരിക്കുക. ഈ 3 കണ്ടീഷനും കൂടി പഠിക്കുന്ന ഒരെണ്ണം പഠിച്ചിരുന്നാൽ ബാക്കിയുള്ള എഴുതാവുന്നേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണത് ഈ തന്നക്കുന്ന രണ്ട് വേർഡും ഓൾറെഡി സോർട്ടിംഗ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ, ആൽഫബറ്റിക് ഓർഡറിലായിരുന്നു വെച്ചെങ്കിൽ ലെത്താൻ 0, അതായത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും റിട്ടേൺ ചെയ്യണത്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ ആൽഫബറ്റിക് ഓർഡറിലാണോ എന്ന് നിൽക്കാൻ വേണ്ടി കമ്പയർ ടു യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ രണ്ട് വേർഡ് സെയിം ആണോ നോക്കാൻ വേണ്ടിയിട്ട് കമ്പയർ ടു യൂസ് ചെയ്യാം. എന്നിട്ട് ഈക്വൽ ടു 0 ആണോ നോക്കിയാൽ മതി. കമ്പയർ ടു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കമ്പയർ ടു ആയിരിക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞത് കൺഫ്യൂഷൻ ആയി തോന്നും. അത് മനസ്സിലായി ടൈപ്പ് ചെയ്ത് കമ്പയർ ടു.
രണ്ട് വേർഡ് സെയിം ആണോ നോക്കാനായിട്ട് ഇങ്ങനെ കമ്പയർ ടു വെച്ചിട്ട് ഈക്വൽ ടു ആണെന്ന് നോക്കിയിട്ട് സെയിം ആണെന്ന് അറിയാം. എസ് ടി ആറിലുള്ളത് അനിലാണോ അങ്ങനെയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം. എസ് ടി ആർ എന്നുള്ള വേരിയബിൾ ഏതൊരു വേർഡ് ഉണ്ട്, ആ വേർഡ് എല്ലാണെന്ന് വെക്കാൻ വേണ്ടി കമ്പയർ ടു അനിൽ കൊടുത്തിട്ട് 0 എന്ന് വെക്കുക. അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻ കൂടി ഉണ്ട്, സെയിം ആണെന്ന് നോക്കാൻ സാധാരണ യൂസ് ചെയ്യാറുള്ള ഈക്വൽസ് എന്നുള്ളതാണ്. ഡോട്ട് ഈക്വൽസ് അതിൽ നിന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എസ് ടി ആർ ഡോട്ട് ഈക്വൽസ് str2 എന്നുള്ള വേരിയബിളായിട്ട് സെയിം ആണെന്ന് നോക്കാം. ഇങ്ങനെയാണെങ്കിൽ നോക്കാം. പിന്നെ ഇൻഡെക്സ് ഓഫ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അത് അധികം ആവശ്യം വരാറില്ല. ഇൻഡെക്സ് ഓഫ് ചെറിയ ഇൻഡെക്സ് ഓഫ് കൊടുത്തിട്ട് ചിലപ്പോൾ ഒരു ലെറ്റർ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എസ് ടി ആർ എന്നുള്ള വേർഡിൽ അല്ലെങ്കിൽ ആ സെന്റൻസിൽ ഈ 6 വന്നക്കണ പൊസിഷൻ റിട്ടേൺ ചെയ്യും. സാധാരണ പൊസിഷൻ 0-ലാണ് തുടങ്ങാറുള്ളത്. ഈ 6 സെക്കൻഡ് പൊസിഷൻ ശരിക്കും 1 റിട്ടേൺ ചെയ്യും. 6 എന്നുള്ള ലെറ്ററിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ നമുക്ക് കിട്ടും. ഇവിടെ ഒരു യു എന്ന് കൊടുത്തിരുന്നു വെച്ചെങ്കിൽ യു എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ പറഞ്ഞെങ്കിൽ 2 ആണ്. 0 1 2 2 എന്നുള്ള പൊസിഷനിലാണ് യു ഉള്ളത്. 2 കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ കാര്യം ചെയ്യാം. എസ് ടി ആർ എന്നുള്ള വാല്യൂവിൽ ഒരു ബാബു എന്നുള്ള വേർഡ് ഉണ്ടാന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അതിന് പൊസിഷൻ റിട്ടേൺ ചെയ്യും. ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിനുള്ളിൽ ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ വേർഡ് ആയിരിക്കും. ആ വേർഡിൻ്റെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ റിട്ടേൺ ചെയ്യും ഇൻഡെക്സ് ഓഫ് എന്ന് പറയുമ്പോൾ. ഈ ബാബു എന്ന് കൊടുക്കുമ്പോൾ മിക്കവാറും 4 5 9 10 11 അടുത്തോട്ട് വരുമെന്ന് തോന്നും. 4 5 11 വരുമെന്ന് തോന്നും. അവിടെ 0 ഉണ്ടെങ്കിൽ എത്രാമത്തെ പൊസിഷനാണെന്നുള്ളത് റിട്ടേൺ ചെയ്യും. റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിന് നമുക്ക് ഇഷ്ടമുള്ള വേറൊരു ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വേറൊരു ക്യാരക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഡോട്ട് പ്രിന്റ്എൽഎൻ ടാസ്ക്
ഇപ്പൊ ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടി. str എന്നുള്ള സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ആ വേർഡിൽ എ എന്നുള്ള ലെറ്റർ എവിടേക്ക് വന്നിട്ടുണ്ടോ അവിടെ എല്ലാം വി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഈ അരുൺ എന്നുള്ളത് എ മാറി വി ആർ യു എന്ന് വന്നു, അജിത്തിന്റെ വി ജിത്ത് എന്ന് പറഞ്ഞു വന്നു, ബാബുവിന്റെ ബി വി ബി യു എന്ന് പറഞ്ഞു വരും. ഒരു പുതിയ സ്ട്രിങ്ങിലോട്ട് സെയിം ചെയ്യാന്ന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേർഡിലോട്ട് റിട്ടേൺ ചെയ്യാൻ ഇങ്ങനെയാണ്. ഒറിജിനൽ സ്ട്രിങ്ങിലെ ഫസ്റ്റ് ലെറ്റർ എവിടേക്ക് വന്നിട്ടുണ്ടോ അത് നോക്കിയിട്ട് സെക്കൻഡ് ലെറ്ററിൽ സെക്കൻഡ് ആർഗ്യുമെന്റ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന നമ്മൾ സെയിം വേരിയബിൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. ഫങ്ഷൻസ് ഒക്കെ ഞാൻ നോട്ടിൽ അയച്ചു തരാം. പിന്നെ ആവശ്യം വരാൻ ചാൻസുള്ള അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് അപ്പർ കേസ് ഫങ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ ചെയ്യാൻ വേണ്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഫംഗ്ഷനെ കറക്റ്റായിട്ട് കാണാപ്പാടെ ഇങ്ങനെ പഠിച്ചിരിക്കും. നിങ്ങൾക്ക് വേർഡൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് കുറയും. അതുപോലെ നേരെ തിരിച്ച് സ്മോൾ ലെറ്ററോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ലോവർ കേസ് കൊടുക്കാം. അപ്പർ കേസ് ടു ലോവർ കേസ് എന്നുള്ള രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഏത് വേരിയബിളിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ആ വേരിയബിളിനെയും ഡോട്ട് ആണ്. ഈ സ്ട്രിംഗ് എന്നുള്ളൊക്കെ ഒരു ബിൽറ്റിംഗ് ക്ലാസ് ആണ്. അപ്പോൾ സ്ട്രിംഗ് ടൈപ്പിലെ വേരിയബിൾ എന്ന് പറയുമ്പോൾ സ്ട്രിംഗ് ടൈപ്പ് ക്ലാസിന്റെ ഒരു ഓബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഓബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ ബിൽറ്റിംഗ് ഫംഗ്ഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ str എന്നുള്ള ഏതൊരു ഓബ്ജക്റ്റ് നെയിമാണ്. അപ്പോൾ ആ ഓബ്ജക്റ്റിലുള്ള ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റ് നെയിം ഡോട്ട് വെച്ചിട്ട് ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് കോൾ ചെയ്യാം. str ഓബ്ജക്റ്റ് നെയിം ആയതുകൊണ്ട് str ഡോട്ട് ബിൽറ്റിംഗ് ഫംഗ്ഷൻ കോൾ ചെയ്യാം. അത് എക്സിക്യൂട്ട് ആവും. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഏതെങ്കിലും ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. രണ്ടു മൂന്ന് ബിൽറ്റിംഗ് ഫംഗ്ഷൻസും കൂടി ഉണ്ട്. അതും പിന്നെ ബഫർ സ്ട്രിംഗ് ബഫർ ഫസ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. സെറ്റ് ആക്കിയില്ല. സാറേ ഞാനിപ്പോ ഒന്ന് ലെഫ്റ്റ് ആയിരുന്നു, ഒരു 2 സെക്കൻഡ്സ്. ഇട്ടേക്കാം.